ഹായ് ഫ്രണ്ട്സ്, ഞാൻ റാഫേൽ. എൻ്റെ പരിണയം എന്ന കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. പിന്നെ എൻ്റെ ഇതേ ശബ്ദത്തിൽ തന്നെ നിങ്ങൾക്ക് മറ്റു കഥകൾ കേൾക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ അക്കൗണ്ടുണ്ട്, ഡാലിയ സിസ്റ്റേഴ്സ്. അതിൽ താലി, പുനർവിവാഹം എന്നീ 2 സൂപ്പർ ഹിറ്റ് കഥകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർ ആ കഥയൊന്ന് കേട്ടു നോക്കണേ. പുനർവിവാഹത്തിൽ ജാനകിയുടെ ജീവിതം ഇനി എന്താകുമെന്നുള്ള ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. താലിയിലാണെങ്കിൽ ഹരിനന്ദൻ ജാനകിയെ സ്നേഹിക്കുമോ എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിന് മുൻപിലും. എന്താണെങ്കിലും ആ കഥയുടെ ബാക്കി അറിയാൻ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. നിങ്ങളോ? നയം. ഹലോ റിയ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുക. നിന്നെ എവിടെ നിന്നാണ് പിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വരാം. നോ ബേബി, ഞാനിപ്പോൾ ഉള്ളത് ഫങ്ഷൻ ഇടയ്ക്കാണ്. ഞാൻ അങ്ങ് എത്തിക്കോളാം, നീ വീട്ടിലേക്ക് പൊക്കോളൂ. ഓക്കെ ഡിയർ, ടേക്ക് കെയർ. അതും പറഞ്ഞ് ഉണ്ണി ഫോൺ കട്ട് ചെയ്തു. പിന്നെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങിയിരുന്നു. ക്യാബിനിൽ നിന്ന് ഇറങ്ങി നേരെ മുന്നോട്ട് നടന്നപ്പോൾ തന്നെ അവൻ കണ്ടു ഓപ്പോസിറ്റ് കൂടി നടന്നു വരുന്ന രാഹുലിനെ. സാർ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഇച്ചിരി അത്യാവശ്യം. രാഹുൽ, തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ എപ്പോഴും എൻ്റെ പുറകെ നിന്ന് അത്യാവശ്യമാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് നടക്കരുതെന്ന്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് എൻ്റെ ക്യാബിനിൽ വന്ന് വിശദീകരിച്ച് പറയണം. അല്ലാതെ ഞാൻ എങ്ങോട്ടേലും ഇറങ്ങുമ്പോൾ ഇതുപോലെ വഴിക്ക് വെച്ച് തടഞ്ഞു പറയുന്ന പരിപാടി ഇനി ആവർത്തിച്ചു പോകരുത്. ഓക്കെ സാർ. ശരി, ഇപ്പോൾ താൻ എന്താണ് പറയാനുള്ളത്? എന്താണെന്ന് വെച്ചാൽ വേഗം പറയണം. എനിക്ക് ചെന്നിട്ട് കുറച്ച് അത്യാവശ്യമുള്ളതാണ്. അത് സാർ, എനിക്ക് ഈ മാസത്തെ ശമ്പളത്തിൽ നിന്നും കുറച്ച് അഡ്വാൻസ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എൻ്റെ മോള് ഹോസ്പിറ്റലിലാണ്, അതിന് ബില്ല്. ആ പരിപാടി ഇവിടെ നടക്കത്തില്ല രാഹുൽ. ഇപ്പോൾ തന്നെ ഡേറ്റ് 5-ാം തീയതി ആയിട്ടേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് തനിക്ക് ഞാൻ ഈ മാസത്തെ അഡ്വാൻസ് പേയ്മെൻറ്റ് നൽകുക? സാർ, മോൾ ഹോസ്പിറ്റലിൽ. തനിക്ക് എല്ലാ മാസവും പകുതിയാകുമ്പോഴത്തേക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ക്യൂസ് ഉള്ളതാണല്ലോ. ഹോസ്പിറ്റലിൽ അച്ഛൻ, ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് ഓപ്പറേഷൻ, അത് രണ്ടുമില്ലെങ്കിൽ ഹൗസിംഗ് ലോൺ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് എല്ലാ മാസവും കാശ് മുൻകൂർ വാങ്ങിച്ചിട്ട് പോകുന്നത്. അത് മാത്രമാണോ? കൃത്യമായിട്ട് ജോലിക്ക് വരാറുണ്ടോടോ? വന്നു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ജോലി കൃത്യസമയത്ത് ചെയ്തു തീർക്കാറുണ്ടോ? സാർ, ഞാൻ കൂടുതൽ എക്സ്ക്യൂസ് ഒന്നും അടിക്കണ്ട. റിയ റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് മാത്രമാണ് തനിക്ക് ഞാനിവിടെ ജോലി തന്നത്. അതും 4 മാസമായിട്ട് താൻ ഇതേ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും തനിക്ക് വേണ്ടി കൺസൾട്ടേഷനും ഒരുത്തിനും ഞാൻ തയ്യാറല്ല. എന്താണെങ്കിലും ഇപ്പോൾ കാശ് നൽകാൻ ഒരു നിർവാഹവുമില്ല. അത്രയും പറഞ്ഞ് അവൻ രാഹുലിനെ മറികടന്ന് മുന്നോട്ട് പോയി. ഓ മൈ ഗോഡ്, ഈ റിയ കാരണം ഇതുപോലെ ഓരോ യൂസ്ലെസ്സുകൾ വന്നോളും. ഇവനെയൊക്കെ കൊണ്ട് എങ്ങനെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനാണ്? അല്ലേ തന്നെ 1000 പ്രശ്നങ്ങളുണ്ട്, അതിനിടയ്ക്കാണ് ഇതുപോലെ ഓരോ മാരണങ്ങൾ. അവൻ മനസ്സിൽ അതും പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യം കൈ ചുരുട്ടിപ്പിടിച്ച് നിയന്ത്രിച്ച് ലിഫ്റ്റിലേക്ക് കയറി. ഉണ്ണിയുടെ കാർ വീടിൻ്റെ കാർ പോർച്ചിൽ വന്നു കയറിയുമ്പോൾ തന്നെ അവൻ കണ്ടിരുന്നു നിലവിളക്കുമായി തുളസിത്തറയിൽ വിളക്ക് കത്തിക്കുന്ന സ്ത്രീയെ. കുളിയെല്ലാം കഴിഞ്ഞ് മുടിയിൽ ഒരു വെള്ളത്തോർത്ത് ചുറ്റി കെട്ടിയിട്ടുണ്ട്. കറുത്ത കരയുള്ള ഒരു സെറ്റും മുണ്ടുമാണ് വേഷം. അതും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ഉടുത്തിരിക്കുന്നത്. വാരി വലിച്ച് ഒരുടുപ്പ്, പക്ഷെ കാണാൻ കൊള്ളാം. മുഖത്താണെങ്കിൽ വലിയ അലങ്കാരങ്ങളോ ഒന്നുമില്ല. ഒരു ഭസ്മത്തിൻ്റെ തുറി തൊട്ടിട്ടുണ്ട്. അതിന് മുകളിൽ സീമന്തരേഖ ചുവപ്പിച്ച് കിടപ്പുണ്ട്. ആഭരണങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. കഴുത്തിലാകെ റിച്ചു കെട്ടിയ താലിമാല കിടപ്പുണ്ട്. ഓരോ വളയും ഒരു ചെറിയ ജമിക്ക് കമ്മൽ കാതിൽ കിടക്കുന്നത്. അവളുടെ അലങ്കാരങ്ങളും ഒഴുക്കങ്ങളും എല്ലാം ഇത്ര തന്നെ. എൻ്റെ മഹാദേവ, അവസാന നിമിഷമാണെങ്കിലും കണ്ണനോട് എല്ലാം സംസാരിക്കാൻ തോന്നുന്നു. നന്നായിരുന്നു എന്ന് ഇടയ്ക്ക് തോന്നും. ഈ പട്ടിക്കാട്ടുകാരി എൻ്റെ തലയിൽ വീണേനെ. എൻ്റെ റിയയുടെ ഡയലോഗ് നിൽക്കാനുള്ള, അയൽപക്കത്ത് നിൽക്കാനുള്ള ഭംഗിയൊന്നും ഇവൾക്കില്ല. അവൻ നോട്ടം പിൻവലിച്ച് വിളക്ക് പിടിച്ചിരിക്കുന്ന കൈകളിലേക്ക് ഒന്ന് പോയി. 2 കൈയിലും കറുത്ത ചെറിയ രോമങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട്. അവൻ ആ നിമിഷം റിയയുടെ കൈകളെക്കുറിച്ചൊന്ന് ആലോചിച്ചു. തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും അടിമപ്പെടുത്തിയതും ആ കരങ്ങളുടെ സ്പർശം തന്നെയാണ്. എപ്പോൾ തൊടുമ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള കൈകൾ. അത് രോമം പോയിട്ട് കറുത്ത ഒരു പാട് പോലുമില്ല. അത്രയ്ക്ക് കെയർ അവൾ ആ കൈകൾക്ക് പോലും നൽകുന്നുണ്ട്. എന്തിനേറെ ആ വിരലുകളിലെ നഖങ്ങൾ നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ചേലാണ്.
ഉണ്ണിയുടെ തലച്ചോറും മനസ്സും ഒരേപോലെ രണ്ടുപേരെയും കമ്പയർ ചെയ്തു തുടങ്ങി. അതിലെല്ലാം അവൻ ഒന്നാം സ്ഥാനം എപ്പോഴും അവൻ്റെ റിയയ്ക്ക് തന്നെയായിരുന്നു. ഇതൊന്നും അറിയാതെ ശ്രീ തുളസിത്തറയിൽ വിളക്കം വെച്ച് അകത്തേക്ക് നിലവിളക്കുമായി തിരിച്ചുപോയി. അത് ഉമ്മറത്തേക്ക് കൊണ്ടുവച്ചു. പിന്നെ അതിനു മുൻപിലിരുന്ന് ഹരിനാമ കീർത്തനം ചൊല്ലിത്തുടങ്ങി. അവളുടെ ഓരോ പ്രാർത്ഥനയും ആ വീട്ടിൽ തന്നെ മാറ്റം വരുത്തി തുടങ്ങിയെന്ന് പറയാം. ഇന്ന് ആ വീടിൻ്റെ വിളക്ക് അത് അവൾ തന്നെയാണ്. പക്ഷേ അത് എത്ര നാളെന്ന് ആർക്കും അറിയില്ല. അതാണിപ്പോൾ മുകുന്ദൻ്റെയും നിമ്മിയുടെയും ഏക വേദനയും സങ്കടവും. ഉണ്ണി പതുക്കെ കാറിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്ത് എത്തിയപ്പോൾ അവളെ ഒന്ന് പുച്ഛിച്ചു നോക്കിക്കൊണ്ട് അവളെ കടന്ന് അകത്തേക്ക് തന്നെ പോയി. പിന്നെ ഇതെല്ലാം തനിക്ക് വിധിച്ചതാണെന്നുള്ള ചിന്താഗതിയാണ് ഇപ്പോഴും സ്ത്രീക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ അവളെ ബാധിച്ചില്ല. 8:30 ആയപ്പോഴാണ് എല്ലാവരും പിന്നെ ഡൈനിങ് ടേബിളിൽ ഒത്തുചേർന്നത്. അപ്പോഴും റിയയുടെ സീറ്റ് കാലിയായി കടന്നു. മൂന്നാമത്തെ ചപ്പാത്തിയും കുറുമക്കറിയും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണിക്ക് നേരെ നിമ്മിയുടെ ചോദ്യം വന്നത്. എടാ ഉണ്ണി, നിന്റെ ഭാര്യ എന്തിയെ? ഇതുവരെയായിട്ടും അവളെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. പാതിരാക്കൂത്തിനാണെങ്കിൽ പൊന്നു മോനെ, ഇപ്പോഴേ ഉള്ള കാര്യം പറഞ്ഞേക്കാം, കഥക് തുറക്കാൻ വേറെ ആരെയെങ്കിലും നോക്കിക്കോണം, അല്ലെങ്കിൽ നീ തന്നെ വന്ന് തുറന്നു കൊടുത്തോണം. എൻ്റെ അമ്മ, റിയയുടെ ഫാമിലിയും പിന്നെ ബിസിനസ് കുടുംബമാണെന്ന് അറിയാലോ. അവർക്ക് അതിൻ്റെതായ ഫങ്ഷൻസും മീറ്റിങ്ങുകളും എല്ലാം ഉണ്ട്. അവൾ അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മകളല്ലേ. ഇതെല്ലാം അവൾക്കുള്ളതല്ലേ, അതിൻ്റെ തിരക്ക്. പൊന്നുമോൻ കൂടുതൽ ബിസിനസ്സിൻ്റെ തിരക്കും മീറ്റിങ്ങുകളും ഒന്നും ഇവിടെ. അച്ഛൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം എനിക്ക് നല്ലോണം അറിയാം. അതിൻ്റെ ഈക്വൽ പാർട്ട്ണർഷിപ്പ് എനിക്കും ഉണ്ടായിരുന്നു. ഉണ്ട്, ഞാൻ എത്ര ദിവസമാണടാ പാതിരയ്ക്ക് വന്ന് കയറിയത്? എൻ്റെ മോൻ എത്ര ദിവസമാണ് കണ്ടിട്ടുള്ളത്? എൻ്റെ അമ്മ, കാലം മാറി, ബി പ്രാക്ടിക്കൽ. അല്ലാതെ ഇവിടെയുള്ളവരെ പോലെ സെറ്റുമുണ്ടും ചുറ്റി വിളക്കും കത്തിച്ച് അങ്ങനെ നടക്കുന്നവളല്ല എൻ്റെ ഭാര്യ. ഉണ്ണി, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞോണം. അല്ലാതെ ശ്രീമോളുടെ മുകളിൽ കുതിര കയറാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ പുന്നാര മോൻ അതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. പിന്നെ നിൻ്റെ നല്ല കാലം മാറിയ കഥ അത് കുറച്ച് കഴിയുമ്പോൾ നീ തന്നെ പറയണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം പോകുമെന്ന് തോന്നില്ലേ നിമ്മി? അല്ല മുകുന്ദേട്ടൻ, എത്രയെന്ന് വെച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത്? ഇവനെപ്പോലെ ഒരു പെൺകോന്തനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇവൻ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എൻ്റെ ഭഗവാനെ. അമ്മ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത്. ഞാൻ മിണ്ടാതിരിക്കും എന്ന് വിചാരിക്കരുത് അതെല്ലാം കേട്ടുകൊണ്ട്. എന്നാൽ നീ മിണ്ടടാ. ഈ പറയുന്ന നിനക്കും ബിസിനസ് ഉണ്ടല്ലോ, ബിസിനസ് തിരക്കുകളുണ്ടല്ലോ. നീ എത്ര ദിവസം പാതിരയ്ക്ക് കയറി വന്നേക്കുന്നത്? ഇന്നലെ നിൻ്റെ ഭാര്യ വന്നപ്പോൾ സമയം എത്രയായെന്ന് വല്ല പിടുത്തമുണ്ടോ നിനക്ക്? എൻ്റെ അമ്മ, ഇന്നലെ അവൾ പറഞ്ഞല്ലോ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, തിരിച്ചു വന്ന വഴിക്ക് വണ്ടി പണി കൊടുത്തു. നിന്നെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഉണ്ണി, അനുഭവമേ ഗുരു. അതും പറഞ്ഞ് നിമ്മി അകത്തേക്ക് പോയി. അപ്പോഴും ശ്രീ ഒന്നും പറയാതെ അങ്ങനെ തന്നെ നിന്നു. പിന്നെ ആരും അധികം സംസാരിക്കാനൊന്നും നിന്നില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകുമെന്ന് എല്ലാവർക്കും അറിയാം. പെട്ടെന്നാണ് മുകുന്ദൻ്റെ വക ഒരു ചോദ്യം റിച്ചുവിന് നേരെ. എടാ റിച്ചു, നിൻ്റെ കോളേജിലെ ഒരു ടീച്ചറിന് ഒഴിവ് പറഞ്ഞു, ഇന്ന് പത്രത്തിലൊക്കെ കണ്ടല്ലോ, എന്താ സംഭവം? ഹോ, അതൊന്നും പറയണ്ട എൻ്റെ അച്ഛാ. പഠിപ്പിച്ചുകൊണ്ടിരുന്ന പേപ്പർ ടീച്ചർ അത് പോയി. പിന്നെ അത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന അങ്ങേര് തട്ടിപ്പോയെന്നൊക്കെയാണ് പറയുന്നത്. പകരം ഇതുവരെയായിട്ട് ആൾ വന്നിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ ഒരു ദിവസം കൂടി ക്ഷമിക്കും. അത് കഴിഞ്ഞിട്ട് ആൾ വന്നില്ലേ പിള്ളേർ സമരം ചെയ്യാനുള്ള പുറപ്പാടാണ്. അവൻ അതും പറഞ്ഞ് കഴിപ്പ് നിർത്തി അവിടെ നിന്നും പോയി. പിന്നെ എല്ലാവരും കഴിച്ച് അവരവരുടെ റൂമിലേക്ക് തന്നെ പോകാനുള്ള പരിപാടികളിലാണ്. അമ്മു ലാപ്ടോപ്പുമായി ഹോളിൽ തന്നെ ഇരിപ്പുണ്ട്. എന്തൊക്കെയോ കണക്കുകൂട്ടലുകളിലാണ്. നിമ്മിയും ശ്രീയും കൂടിയാണ് അടുക്കളയിലെ പരിപാടികൾ. ശ്രീ, ഇങ്ങനെ നോക്കിക്കേ, നിൻ്റെ ബയോഡേറ്റ ഇത് മതിയോ? ഹോളിൽ നിന്നും അമ്മു അത് വിളിച്ചു ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അച്ഛനും മകളും എല്ലാം ഉറപ്പിച്ച മട്ടാണ്. ഇനി ഒരു വഴക്കിന് തനിക്കിതിൽ നിന്നും ഒഴിയാനും പറ്റുന്നില്ല. മോളിങ്ങനെ നോക്കി നിൽക്കാതെ അതൊന്ന് പോയി നോക്കിക്കേ. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നാളെ രാവിലെ ഇൻ്റർവ്യൂവിന് പോകണം. ഇതൊക്കെ വേണം അമ്മ. ഋഷികേഷ് ഇപ്പോൾ തന്നെ ദേഷ്യത്തിലാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതും കൂടെ അറിഞ്ഞ പിന്നെ വെച്ചേക്കില്ല. എൻ്റെ പൊന്നു മോളെ, നീ അവൻ്റെ ആരുമല്ലെന്ന് അവൻ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ നീ എവിടെ ജോലിക്ക് പോയാൽ അവൻ എന്താ കുഴപ്പം? ഇനി അവൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ അതിങ്ങോട്ട് വരട്ടെ. എടാ ടോണി, ഒന്ന് നോക്കിക്കേ, ഞാനിപ്പോൾ പെർഫെക്റ്റ് അല്ലേ? എൻ്റെ കർത്താവേ, എനിക്കറിയത്തില്ല ഈ പെണ്ണ് ഇത് എന്തിനുള്ള പുറപ്പാടെന്ന്. നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ, കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ച് കയറ്റിക്കുന്നതെന്ന്. ഇവളേക്ക് നീ എങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നാക്കും? നീ ആ വീട്ടിലോട്ട് ചെന്ന് കയറാൻ പോകുന്നത് നിൻ്റെ അമ്മായിയമ്മ. എൻ്റെ പൊന്നു മോളെ, ആള് ഒരു പിശാചാണെന്ന് അറിയാമല്ലോ. ഐ ഡോണ്ട് കെയർ.
ആ തല ഏത് പിശാചാണെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കുഴയുന്ന നാക്കോടെ അവൾ അതെല്ലാം പറയുമ്പോഴും തലയ്ക്ക് കയ്യും കൊടുത്ത് ഇരിക്കാൻ മാത്രമേ നിതാരയ്ക്കും സോണിക്കും കഴിഞ്ഞുള്ളൂ. സോണി, നിന്നോടൊക്കെ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ ഇവളെ കൊണ്ടുപോകുമ്പോഴേ ഇമ്മാതിരി കൂതറ അവസ്ഥയിലാക്കരുതെന്ന്. ഇനി എങ്ങനെ ഇവളെ ആ വീട്ടിലേക്ക് അയക്കുമെന്നാ? അത് മാത്രമാണോ, ഇപ്പോൾ തന്നെ ആ ഉണ്ണിയുടെ ഫോണിൽ നിന്ന് 25 മിസ്ഡ് കോളാണ് വന്നിരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഇവളെ എങ്ങാനും ഫോൺ എടുത്താൽ പിന്നെ അവൻ വെച്ചേക്കില്ല. ജെയിംസ്, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് പറ, അല്ലാതെ എങ്ങനെ പരസ്പരം പഴിചാരിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? വിളിക്കരുതെന്ന് താര, നീ ആ പേര് നീ ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ഉത്സാഹം ഇങ്ങോട്ട് കെട്ടിയെടുക്കാഞ്ഞിട്ട്. ഇപ്പോൾ നിനക്കെന്താ, ഒന്നും പറയാനില്ലേ? ഇന്ന് ഇവൾ ഇവിടെ കിടന്നു കാണിച്ച കോപ്രായം എങ്ങാനും അവനോ അവൻ്റെ ഫാമിലിയോ കണ്ടിരുന്നെങ്കിൽ ഡിവോഴ്സ് ഉറപ്പായിരുന്നു മോളെ. അതുപോലായിരുന്നല്ലോ ആ മാർട്ടിൻ്റെ ഒപ്പം കടന്ന് തുള്ളിയത്. ഹേ ബേബി, വൺസ് മോർ. അത് പറഞ്ഞ് അടുത്ത പെഗ്ഗിന് വേണ്ടി നിൽക്കുന്നവളെ കണ്ടപ്പോൾ ജെയിംസിന് വല്ലാതെ ദേഷ്യം ഇടിച്ചേറി. ഇവൾക്ക് ഇതുവരെയായിട്ട് മതിയായില്ല അവളുടെ വൺസ് മോർ. എടുത്ത് വലിച്ച ആ പിശാചിനെ കാറിൽ കയറ്റാൻ നോക്കടി. കാജോളിൽ നിന്നും ഒരു തരത്തിൽ എല്ലാത്തിനെയും കയറ്റി പെറുക്കി ഇറങ്ങുമ്പോൾ റിയയെ എങ്ങനെ ആ വീട്ടിൽ കൊണ്ടാക്കും എന്നുള്ള ആലോചനയിലായിരുന്നു ജെയിംസും നിതാരയും. ഈ അവസ്ഥയിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നാൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ചില്ലറയായിരിക്കില്ല എന്നിരുവർക്കും അറിയാം. പറയുമ്പോൾ വളരെ കൂളായ മനുഷ്യനാണ് ഉണ്ണി. പക്ഷെ സ്വന്തം ഭാര്യ, അതും കണ്ട ചെറുക്കന്മാരുടെ കൂടെ ഇങ്ങനെ മദ്യപിച്ച് കൂത്തടിച്ച് നടക്കുന്നതിനൊന്നും അവൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അവനെന്നല്ല, ഒരാളും അത് സപ്പോർട്ട് ചെയ്യില്ല. ജെയ്സൺ, ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാം ഇവളെ. നാളെ രാവിലെ ബോധം തെളിഞ്ഞിട്ട് പറഞ്ഞുവിടാം. അല്ലാതെ ഈ അവസ്ഥയിൽ. ശരി, നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇവളുടെ ഭർത്താവിനോട് വിളിച്ച് എന്തു പറയും? നമ്മൾ ഈ അവസ്ഥയിൽ ഇവൾക്ക് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ജെയ്സൺ അത് ചോദിച്ചപ്പോൾ താരയുടെ വശത്തും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ശരിയാണ്, ഇങ്ങനൊരു കാര്യം. ഐഡിയ. സോണി അതും പറഞ്ഞപ്പോൾ 3 പേരും അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇനി എന്ത് മണ്ടത്തരമാണ് ആ വായിൽ നിന്നും വരാൻ പോകുന്നത് എന്നോർത്തിട്ട്. എന്തടി കോപ്പേ, ഇവിടെ മനുഷ്യൻ്റെ സമതല തെറ്റി നിൽക്കുമ്പോഴാ അതിൻ്റെ ഇടയ്ക്ക് ഊളത്തരം വല്ലവാണെങ്കിൽ തലമണ്ട അടിച്ചു പൊട്ടിക്കും ഞാൻ. ടോണി ഡ്രൈവിങ്ങിനിടയിലും അവൾക്ക് നേരെ ചിരി. ഓ, ഇയാൾ ഇങ്ങനെ കടന്ന് തുള്ളാൻ മാത്രമൊന്നുമില്ല. പിന്നെ താരയാണ് അത് ചോദിച്ചത്. അത് പിന്നെ ഇവളുടെ ഫോൺ എടുത്ത് മെസ്സേജ് ഇടുന്നു, ഫോൺ ഓഫ് ആകുന്നു. എന്തോന്ന്? അത് പിന്നെ ഇവളുടെ ഉണ്ണി പൊട്ടന് മെസ്സേജ് ഇടുന്നു, ഇന്ന് വരില്ല, ഫോൺ ചാർജ് തീരും, എന്നിട്ട് ഫോൺ ഓഫാക്കിയാൽ പോരെ? എല്ലാവരും അവളെ ആകാംക്ഷയോടെ ഒന്ന് നോക്കി. എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയോ? എൻ്റെ സോണി, നിനക്ക് ഇത്ര ബുദ്ധിയോ? ജെയ്സൺ അത് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിയെന്ന പോലെ അവളെ ഒന്ന് നോക്കി. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. റിയയുടെ ഫോണിൽ നിന്നും ഉണ്ണിക്ക് ഇന്ന് വരാൻ ലേറ്റ് ആകുമെന്നും തങ്ങൾ അത്യാവശ്യം ഒരു മീറ്റിങ്ങിൽ നിൽക്കുകയാണെന്നും ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് വിളിച്ചാൽ കിട്ടില്ല അത്രയും ഒരു മെസ്സേജ് അയച്ചതിനു ശേഷം അത് സ്വിച്ച് ഓഫ് ചെയ്ത് പോക്കറ്റിലേക്ക് തന്നെ വെച്ചിരുന്നു ടോണി. എൻ്റെ അളിയ, നീ ഇങ്ങനെ ഇനിയും ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നാളെ എന്താണ്, സമരം ചെയ്തേ പറ്റത്തുള്ളൂ. ഇനിയും കോളേജ് സാറ് വരാതിരുന്ന സപ്ലി എനിക്ക് മാത്രമായിരിക്കില്ല, ഫുൾ ഡിപ്പാർട്ട്മെൻറ്റിനും കിട്ടും. എൻ്റെ മാത്യൂസ്, നീ ഒന്ന് അടങ്ങ്. നീ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് എന്താ ചെയ്യാനാ? സമയമുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ HODയെ ഒന്ന് വിളിക്കുക. മാത്യൂസിനോട് ഒരേ കാര്യം തന്നെ 10,000 പ്രാവശ്യം പറഞ്ഞ് റിച്ചുവും മടുത്തിരുന്നു. എങ്ങനെയെങ്കിലും കോൾ കട്ട് ചെയ്ത് ബാൽക്കണിയിൽ നിന്ന് കയറാം എന്ന് വിചാരിച്ചിട്ട് മറുവശത്ത് നിന്ന് കോള് കട്ടാകുന്ന രക്ഷയുമില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പരിണയത്തിൻ്റെ പുതിയ ഭാഗം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ റിച്ചുവിൻ്റെ കോളേജിലേക്ക് നമ്മുടെ ശ്രീ ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഈ റിയ എന്ത് ഭാവിച്ചിട്ടുള്ള പോക്കാണിത്? റിയയും ഉണ്ണിയും ഇനി ഒന്നിച്ചങ്ങ് പോകുമോ? അല്ലെങ്കിൽ റിയയുടെ ഈ കൂത്തടിച്ച സ്വഭാവം ആരെങ്കിലും ഉണ്ണിയോട് ഒറ്റിക്കൊടുക്കുമോ? എന്താകുമോ? ആ കുടുംബത്തിൻ്റെ അവസ്ഥ ബാക്കി അറിയാൻ വേണ്ടി കാത്തിരുന്ന് വായിക്കൂ.